നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എന്തുകൊണ്ടാണ് BJP ബഹിഷ്കരിക്കുന്നത്? അവർക്കറിയാം 8000 വോട്ടുകൾ മാത്രമേ നിലമ്പൂരിൽ ഉള്ളൂ എന്ന്. BJP ആ വോട്ടുകൾ കൃത്യമായി CPIM മറിച്ചു കൊടുത്ത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ നീങ്ങുകയാണ്. CPIM BJP സഖ്യം, രഹസ്യ സഖ്യത്തെ കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് CJP എന്നാണ്. ഈ സഖ്യമാണ് കൃത്യമായും എല്ലായിടത്തും പ്രതിഫലിക്കുന്നത്. നമുക്കറിയാം, ആലത്തൂരിൽ രമ്യ ഹരിദാസ് ലോക്സഭയിൽ പരാജയപ്പെട്ടതിനു ശേഷം ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ ഇക്വേഷൻ വർക്കൗട്ടാക്കാൻ CPIM BJP സഖ്യം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ്. UR പ്രദീപിന് വലിയ ജനകീയതയൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ കഷ്ടിച്ച് ജയിപ്പിക്കാൻ സഹായിച്ച ഘടകം ഇത് തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ്. ഏതായാലും ഈ തട്ടിപ്പൊളിപ്പ് സഖ്യം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇരു മുന്നണികളും NDAയും LDFും തീരുമാനിച്ചിരിക്കുന്നത്. LDFിന് തുടർ ഭരണം ആവശ്യമാണ്. കാരണം നിലവിലുള്ള സ്വജനപക്ഷ രാഷ്ട്രീയം അത് ഒന്നുകൂടി ശക്തമായി ഊർജിതമാക്കാനും മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ള നീക്കമാണ് അമ്മായിയപ്പൻ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏതറ്റ കൈയും നടത്താൻ അദ്ദേഹം തയ്യാറാണ്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് തന്നെ BJPയുടെ സഹായം പരസ്യമായി വാങ്ങിക്കൊണ്ടാണ്. 1970 കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് വിജയിച്ചത് BJPയുടെ സപ്പോർട്ടോടു കൂടിയാണ്. BJP കൂടി പിന്തുണച്ച സ്ഥാനാർത്ഥിയായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് BJPയുമായുള്ള ഒരു രഹസ്യ ബാന്ധവം അത് 50 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്ര സംഭവമാണ്. ജനസംഘം മുതലുള്ള ഒരു ബന്ധമാണ് പിണറായി വിജയൻ ഒരു രീതിയിലും അതിൻ്റെ ഊഷ്മളത ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോഴിതാ ഒരു പടി കൂടി കടന്ന് നിലമ്പൂരിൽ ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിയുള്ള നീക്കമാണ്. BJP വോട്ടുകൾ എങ്ങോട്ട് പോകും എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകയായ സുജയ പാർവതി കൊടുത്തൊരു മറുപടി ഏവരെയും ചിരിപ്പിക്കുന്നൊരു കാര്യമാണ്. BJP വോട്ടുകൾ ചിലപ്പോൾ നോട്ടയ്ക്ക് മറിയുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ BJP നോട്ടയ്ക്ക് സമമാണ് അല്ലേ എന്ന അരുൺകുമാറിൻ്റെ മറുചോദ്യമാണ് ചിരി പടർത്തിയത്. വളരെ വാസ്തവമായൊരു കാര്യമാണ്. നോട്ടയോട് തന്നെയാണ് BJPയെ ഇപ്പോൾ കേരള രാഷ്ട്രീയം ഉപമിക്കുന്നത് എന്ന് വ്യക്തം. BJPയുടെ 8000 വോട്ടുകൾക്ക് പ്രസക്തിയുണ്ട്. ഒരു മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ 8000 അല്ല 1000 വോട്ടുകൾക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇരിക്കെ നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യം ഒരു ശ്രമം നടത്തി നോക്കിയത് ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ, പൊതുസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കാം. പിന്നീട് രശ്മിൽനാഥിൻ്റെയൊക്കെ പേരുകൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വലിയ തോതിൽ ഗുണം കണ്ടെത്തില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF ഒരു കാലത്തും ജയിക്കാൻ പാടില്ല എന്നതാണ് BJPയുടെ അജണ്ട. UDF അധികാരത്തിലേക്ക് വന്നാൽ BJPക്ക് ഒരു ഭാവിയില്ല, സമീപകാലത്തൊന്നുമില്ല. അത് മനസ്സിലാക്കിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ രണ്ട് മുന്നണികളും ഏറ്റെടുത്തിരിക്കുന്നത്.